ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ നോർവേ ട്രിപ്പിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബ്രീമൻ, ജർമ്മനിയിലെ ബ്രീമനിൽ നിന്ന് ഗ്രേസ്റ്റഡ്, അതായത് ഡെൻമാർക്കിലെ ഗ്രേസ്റ്റഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഡ്രൈവാണ്. നമുക്കിന്ന് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഏകദേശം 6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2.5-3 മണിക്കൂർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഡെൻമാർക്ക് ബോർഡർ കടക്കും. അപ്പോൾ ബോർഡർ കടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഏകദേശം 2-2.5 മണിക്കൂറായിട്ടുണ്ട്. ഇവിടെ ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു പിക്നിക് ഏരിയ ഉണ്ട്. അതായത് ഒരു റോഡ് സൈഡിലെ ഒരു ചെറിയൊരു പാർക്ക് പോലത്തെ ഏറിയാണ്. അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തി നമ്മൾ കൊണ്ടുവന്ന പൊതിയൊക്കെ ഒന്ന് കഴിച്ച് അതിനുശേഷം യാത്ര തുടരാനാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മൾ കുറേ 1-2 ഐലൻഡൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിന്ന് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഏകദേശം ആ പിക്നിക് ഏരിയ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പിക്നിക് ഏരിയ അല്ലെങ്കിൽ ബ്രേക്ക് ഏരിയ. നമ്മൾ മോട്ടോർവേസിൽ അല്ലെ ഓട്ടോബാനിൽ ജർമ്മനി കൂടെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതുപോലെ സൈഡിൽ ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് ബ്രേക്ക് എടുക്കാനായിട്ട്. കണ്ടില്ലേ, വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. അത്യാവശ്യം ഇരിക്കാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട്. പിന്നെ ടോയ്ലറ്റ്, വാട്ടർ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന പൊതി കഴിക്കാൻ പോവാണ്. നമ്മൾ കുറച്ച് ചോറും പിന്നെ അതുപോലെ കുക്ക്ഡ് കടല ഒക്കെ ഒന്ന് ഒരു തോരൻ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മീനച്ചാറുണ്ട്, മുട്ട പൊരിച്ചത്, പിന്നെ കുറച്ച് യോഗട്ട് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം എന്താ പറയുന്നത്, നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു നേരം എങ്കിലും നമുക്ക് അരിയാഹാരം കഴിക്കണം എന്നുള്ള ഒരാഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മളിങ്ങനെ പൊതിയൊക്കെ കൊണ്ടുവന്ന് കഴിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് സൗകര്യമാണ്, നമ്മൾ കടയിൽ ഓർഡർ ചെയ്ത് സമയമൊന്നും കളയാൻ വേണ്ട. അപ്പം നമ്മളങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു. അടുത്ത യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഡെൻമാർക്കിൻ്റെ പ്രധാന ഭൂപ്രദേശമായ ജെറ്റ്ലാൻഡ് വഴിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ജെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഡെൻമാർക്ക് എന്ന് പറയുന്നത് കുറേ ഐലൻഡുകളാണ്. അതിലെ ഏറ്റവും വലിയ ഐലൻഡ് അതാണ് ജെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. അതാണ് ജർമ്മനിയുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത്. അതായത് നമ്മൾ റോഡ് മാർഗ്ഗമാണ് ഡെൻമാർക്കിലേക്ക് യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ജെറ്റ്ലാൻഡ് വഴിയാണ് യാത്ര ചെയ്യുന്നത്. ജെറ്റ്ലാൻഡ് ശരിക്കും പറഞ്ഞ ഒരു ഐലൻഡ് അല്ല, അതൊരു പെനിൻസുലയാണ്. കാരണം അതിൻ്റെ ഒരു സൈഡ് വാട്ടർ കൊണ്ട് കവേർഡ് അല്ല, ജർമ്മനിയായിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. ജെറ്റ്ലാൻഡ് ശരിക്കും കണ്ടില്ലേ, നല്ല പച്ചപ്പും അതുപോലെ കൃഷിയിടങ്ങളും മനോഹരമായ ഗ്രാമങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ഈ ജെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഡെൻമാർക്കിലേക്ക് എത്തുന്നവർ ആദ്യം ജെറ്റ്ലാൻഡിലാണ് എത്തുന്നത്. എന്നിട്ടാണ് നമ്മൾ അടുത്ത ജെറ്റ്ലാൻഡിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് അടുത്ത ബ്രിഡ്ജ് കയറിയിട്ടാണ് നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് എത്തുന്നത്. ഈ കാണുന്നതാണ് ന്യൂ ലിറ്റിൽ ബെൽറ്റ് ബ്രിഡ്ജ്. അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞ ജെറ്റ്ലാൻഡിനെയും അതുപോലെ ഫ്യൂനൻ എന്ന് പറഞ്ഞ ഐലൻഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണിത്. ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. 1970 പണി തീർത്ത ബ്രിഡ്ജാണ്. അപ്പോൾ ഇതിൽ കൂടെ യാത്ര ചെയ്തിട്ട് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്യൂനൻ എന്ന് പറഞ്ഞ ഐലൻഡിലേക്ക് എത്തുന്നതാണ്. ഈ ബ്രിഡ്ജ് 1.7 കിലോമീറ്റർ ലെങ്തി ആയിട്ടുള്ള ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല മനോഹരമായ കാഴ്ചകളാണ് രണ്ട് സൈഡിലും. ഇപ്പോൾ നമ്മൾ ഫ്യൂനൻ ദ്വീപിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്യൂനൻ ദ്വീപിൽ ശരിക്കും നമ്മളൊരു 3/4 മണിക്കൂർ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ബ്രിഡ്ജ് എത്തും. അപ്പോൾ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദ്വീപിലേക്ക് എത്തും. ഈ ഫ്യൂനൻ ദ്വീപ് ഭയങ്കര മനോഹരമായ ഒരു ദ്വീപാണ്. ഇവിടെയും ഒരുപാട് പച്ചപ്പും അതുപോലെ കൃഷിയിടങ്ങളും ചെറിയ പട്ടണങ്ങളും ഒക്കെ പേരുകേട്ട ഒരു ദ്വീപാണിത്, ഫ്യൂനൻ ദ്വീപ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, മുകളിൽ ബോർഡ് പറയുന്നത് നമുക്കിനി കോപ്പൻഹാഗനിലേക്ക് ഏകദേശം 128 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത ബ്രിഡ്ജ് എത്തിയിരിക്കുകയാണ്. അതായത് ഗ്രേറ്റ് ബെൽറ്റ് ബ്രിഡ്ജ് എന്നാണ്. ഇത് ഡെൻമാർക്കിലേക്കും തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. 18 കിലോമീറ്റർ ലെങ്തി ആയിട്ടുള്ള ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് ഫ്യൂനൻ ഐലൻഡിനെയും അതുപോലെ സീലൻഡ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജാണ്. ഇത് യൂറോപ്പിലേക്കും തന്നെ ഏറ്റവും വലിയ പാല സംവിധാനങ്ങളിൽ ഒന്നാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഡെൻമാർക്കിൻ്റെ ഈസ്റ്റും വെസ്റ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മെയിനായിട്ടുള്ളൊരു ബ്രിഡ്ജും കൂടെയാണ്. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ സീലൻഡ് ഐലൻഡിൽ എത്തുന്നതാണ്. അവിടെയാണ് നമ്മുടെ ഡെൻമാർക്കിൻ്റെ ക്യാപിറ്റലായ കോപ്പൻഹാഗൻ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ സീലൻഡിലാണ് നമ്മുടെ ഇന്നത്തെ എയർബിആൻബി, അതായത് സീലൻഡിലെ ഗ്രേസ്റ്റഡ് എന്ന് പറഞ്ഞ, അതായത് സീലൻഡിൻ്റെ കുറച്ച് നോർത്തിലായിട്ട് വരുന്ന ഗ്രേസ്റ്റഡ് എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമമാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാമമാണ്. അവിടെയാണ് നമ്മുടെ എയർബിആൻബി. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രേസ്റ്റഡ് ഏരിയ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ എയർബിആൻബി തപ്പിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നു, അതാണ് നമ്മുടെ പ്ലാന്.
ഇപ്പോൾ ഏകദേശം ഏതാണ്ട് രാത്രി 8:30 ആയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും എല്ലാവരും വീട്ടിലൊക്കെ കയറി ഉറങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെ അധികം ആൾക്കാരെ ഒന്നും പുറത്ത് കാണാനില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ എയർബിഎൻബിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ എയർബിഎൻബിയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതൊരു അനെക്സ് ആണ്. അതൊരു വലിയ വുഡൻ ഹൗസിൻ്റെ പുറകിലായിട്ട് പണിഞ്ഞിരിക്കുന്ന ഒരു അനെക്സ് ആണിത്. കണ്ടില്ലേ, ഫുള്ള് വുഡ് വെച്ച് പണിഞ്ഞേക്കുന്നതാണ്. ഒരു അപ്പൂപ്പനും അമ്മൂമ്മയാണ് ഫ്രണ്ടിലത്തെ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ അവർ ഇതുപോലെ സോഷ്യലൈസേഷനൊക്കെ വേണ്ടിയിട്ട് എയർബിഎൻബിക്ക് കൊടുക്കുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. കണ്ടില്ലേ, ഫുള്ള് വലിയ വലിയ പീസ് തടികളാണ് വെച്ചുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അനെക്സിലേക്ക് വരുന്ന എൻട്രൻസ്. കണ്ടില്ലേ, കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമും അതുപോലെ അതിൻ്റെ ഒരു സൈഡിൽ തന്നെ കിച്ചണാണ്. പിന്നെ അതുപോലെ മേളിലോട്ട് സ്റ്റെയർ വെച്ചിട്ട് പിള്ളേർക്ക് കിടക്കാനുള്ള ബെഡൊക്കെ മേളിലാണ്. കണ്ടില്ലേ, ആ സൈഡിൽ ഒരു ചെറിയ കിച്ചണൊക്കെയാണ്. പിന്നെ ഔട്ട് സൈഡും കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. നമ്മൾ പുറത്ത് വെച്ചാണ് കുക്കിംഗ് ഒക്കെ ചെയ്തത്. കണ്ടില്ലേ, കുട്ടികൾക്ക് കിടക്കാനായിട്ട് മേളിൽ മാട്രസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല സൗകര്യമാണ്. അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു ടോയ്ലറ്റും അതുപോലെ ഒരു ഷവർ റൂമും ഉണ്ട്. അത്യാവശ്യം നമുക്ക് നല്ല സൗകര്യമുള്ളൊരു ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. പിന്നെ കണ്ടില്ലേ, വലിയ വലിയ തടിയാണ്. അത് വെച്ചിട്ടാണ് ഫുള്ള് ഈ ബിൽഡിങ് പണിഞ്ഞിരിക്കുന്നത്. വലിയ പീസ് തടികൾ, അതുപോലെ ഫുൾ തടി ആ പീസുകൾ അങ്ങനെ തന്നെ വെച്ചേക്കുകയാണ്. കാണാൻ നല്ല രസമുണ്ട്. നമ്മളങ്ങനെ ഗ്രേസ്റ്റഡിലെ അടിപൊളി ഒരു സ്റ്റേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിന്ന് കോപ്പൻഹാഗനിലേക്കാണ് പോകുന്നത്. അപ്പോൾ കോപ്പൻഹാഗനിലേക്ക് പോകുന്ന വഴിക്കാണ് ഇവിടെ ഫ്രെഡറിക്സ്ബോർഗ് എന്ന് പറഞ്ഞ കാസിലുള്ളത്. അതായത് ഡെൻമാർക്കിലേക്കും തന്നെ ഏറ്റവും മനോഹരമായ ചരിത്ര കൊട്ടാരമാണ് ഈ ഫ്രെഡറിക്സ്ബോർഗ് കാസിൽ എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഒരു 35 കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ കോപ്പൻഹാഗനിൽ നിന്ന്. അപ്പം ഇതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇത് ശരിക്കും ഇവിടുത്തെ ഒരു നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം കൂടിയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ഇവിടുത്തെ ഒരു വലിയ തടാകത്തിലെ ഒരു ചെറിയ ദ്വീപിലാണ് ശരിക്കും ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ കണ്ടില്ലേ, ഒരു ബ്രിഡ്ജ് കയറിയാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് പെട്ടെന്നൊന്ന് കണ്ടിട്ട് കോപ്പൻഹാഗനിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ജർമ്മനിയിലെ അതിമനോഹരമായ കൊട്ടാരം ഒന്ന് ഓടി നടന്ന് കണ്ടു. ഇനി നമുക്കിതിൻ്റെ പുറത്തായിട്ട് ഒരു ഗാർഡൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ബാറോക്ക് ഗാർഡൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് കണ്ടിട്ട് നമ്മൾ നേരെ കോപ്പൻഹാഗനിലേക്ക് യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മുടെ കോപ്പൻഹാഗനിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഒരുപാട് സൈക്കിൾ യാത്രക്കാരെ കാണാൻ സാധിക്കും. ഇവിടെയും സൈക്കിൾ ലൈനും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. സൈക്കിൾ ഉപയോഗം ഇവിടെ വളരെ കൂടുതലാണ്. എന്നാൽ വളരെ ഡിസിപ്ലിനായിട്ടാണ് ആൾക്കാർ സൈക്കിൾ ചവിട്ടി പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ കോപ്പൻഹാഗനിലെ തന്നെ ഒരു കാർ പാർക്ക് ലക്ഷ്യമാക്കിയാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കോപ്പൻഹാഗനൊക്കെ നടന്ന് കണ്ട് ചെറിയ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് നമ്മുടെ പരിപാടി. നമ്മൾ പിന്നെ യൂറോപ്പിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള മറ്റൊരു കാര്യമാണിത്. പാർക്കിങ്ങും അല്ലെ അതുപോലെ ടോള് അടയ്ക്കേണ്ട സ്ഥലങ്ങൾ അതുപോലെ എല്ലായിടത്തും വരുമ്പോൾ നമ്മുടെ പാസഞ്ചർ സൈഡിൽ ഇരിക്കുന്ന ആൾ വേണം അതെല്ലാം പേ ചെയ്യാൻ. കാരണം ഡ്രൈവിംഗ് ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട്. നമുക്കിനി കോപ്പൻഹാഗനിലെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. എന്നിട്ട് നമുക്കിവിടുന്ന് നടന്ന് നൈഹാവൻ അവിടെ ചെന്നിട്ടാണ് നമ്മൾ ബോട്ടിങ്ങൊക്കെ പോകുന്നത്. അപ്പം നമ്മളിപ്പം നൈഹാവനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നൈഹാവൻ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇതുപോലെ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ രണ്ട് സൈഡിലും നല്ല കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്ങുകളും അതുപോലെ റെസ്റ്റോറൻറ്റ്സും ഒക്കെയാണ് രണ്ട് സൈഡിലും. ഒരുപാട് നല്ല തിരക്കൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. കണ്ടില്ലേ, ബോട്ടിങ്ങൊക്കെ അതിൻ്റെ നടുക്കൂടെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പം കണ്ടില്ലേ, സൈഡിലൊക്കെ ഇതുപോലെ ചെറിയ പെട്ടിക്കട പോലെ
അവിടെ ബിയറും അതുപോലെ ആൽക്കഹോളും ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ടിങ്ങിൻ്റെ സമയമായി. അങ്ങനെ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് ബോട്ടിൽ കയറിയിരിക്കുകയാണ്. അപ്പം നമുക്ക് കനാലിക്കടൊക്കെയുള്ള ബോട്ടിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. Today is extremely high, so these bridges will be. നമ്മൾ പോകുന്ന ഈ ബോട്ടിങ് ഏകദേശം 1 മണിക്കൂർ ഡ്യൂറേഷനുള്ളൊരു കനാൽ ടൂറാണ്. ശരിക്കും ഇത് നൈഹാവനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കോപ്പൻഹാഗൻ്റെ കനാൽസിലൂടെയും അതുപോലെ ഹാർബറിലൂടെയൊക്കെ പോകും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറേ അട്രാക്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പം ഇവരിങ്ങനെ ഓരോ അട്രാക്ഷൻസ് വരുമ്പോൾ ഇങ്ങനെ അനൗൺസ് ചെയ്യും. അപ്പോൾ അതിനായി നമുക്ക് ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ലിസൺ ചെയ്യാം. ശരിക്കും നമ്മളിതുവഴി പോകുമ്പം നമുക്ക് അമേലിയൻബോർഗ് പാലസ്, അതുപോലെ ക്രിസ്ത്യൻസ്ബോർഗ് പാലസ്, പിന്നെ കോപ്പൻഹാഗൻ ഒപ്പേറ ഹൗസ്, ബ്ലാക്ക് ഡയമണ്ട് ലൈബ്രറി, ലിറ്റിൽ മെർബെയ്ഡ് എന്ന് പറഞ്ഞൊരു സ്റ്റാച്യു ഉണ്ട്, അതുപോലെ ക്രിസ്ത്യൻ ഷാവൻ കനാൽസ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിവിടെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നമ്മളിങ്ങനെ ഇത് കനാലിക്കട പോകുമ്പോൾ തന്നെ ഇതുപോലത്തെ ലോ ആയിട്ടുള്ള ഒരുപാട് ബ്രിഡ്ജുകളുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഓരോ ബ്രിഡ്ജ് വരുമ്പോൾ ഇവർ അനൗൺസ് ചെയ്യും. നമ്മൾ തലയൊക്കെ പൊക്കിക്കഴിഞ്ഞാൽ തല അതിലിരിക്കും. അപ്പോൾ അത്ര ലോ ആയിട്ടുള്ള ബ്രിഡ്ജുകളാണ്. പക്ഷെ നല്ല രസമാണ് ഇതിൽ യാത്ര. അങ്ങനെ നമ്മുടെ 1 അവർ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ ഏകദേശം തിരിച്ച് നൈഹാവനിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് അമേലിയൻബോർഗ് പാലസ്. അതായത് ഡെൻമാർക്കിലെ രാജാവ് താമസിക്കുന്ന പാലസാണിത്. ആ നടന്നു പോകുന്നതാണ് ഇവിടുത്തെ റോയൽ ലൈഫ് ഗാർഡ്. അവരാണ് ഈ രാജകുടുംബത്തെ സംരക്ഷിക്കുന്ന പട്ടാളക്കാർ. അപ്പോൾ ശരിക്കും നമ്മളിവിടെ ഉച്ചയ്ക്ക് 12 മണിക്ക് വരുവാണെങ്കിൽ ഇവിടെ ചേഞ്ചിങ് ഓഫ് ഗാർഡൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കോപ്പൻഹാഗനിലൂടെ മാർച്ച് ചെയ്ത് ഇവിടെ കൊട്ടാരത്തിൽ വന്നിട്ട് പഴയ പട്ടാളക്കാർ മാറി അടുത്ത ഷിഫ്റ്റിലേക്കുള്ള പട്ടാളക്കാർ കയറുന്നത് അത് കാണാൻ നല്ല രസമുള്ളൊരു സംഭവമാണെന്നാണ് പറയുന്നത്. അപ്പോൾ കോപ്പൻഹാഗനൊക്കെ വിസിറ്റ് ചെയ്യുന്നവർ ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവിടെ അമേലിയൻബോർഗ് പാലസിൽ വന്നാൽ ചേഞ്ച് ഓഫ് ഗാർഡ് അത് കാണാൻ പറ്റും. രാജാവ് ഫുൾ ടൈം ഈ കൊട്ടാരത്തിലല്ല താമസിക്കുന്നത്. അപ്പോൾ രാജാവ് ഈ കൊട്ടാരത്തിലുള്ള സമയത്ത് ഇവിടുത്തെ ചേഞ്ച് ഓഫ് ഗാർഡ് ഭയങ്കര സ്പെഷ്യലാണെന്നാണ് കേട്ടത്. അതായത് ബാൻഡ് മേളവും സംഗീതമൊക്കെ ഉണ്ടാവുമെന്നാണ് കേട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജർമ്മനിയിലെ ബ്രീമനിൽ നിന്ന് ഡെൻമാർക്കിലെ നൈഹാവനിലോട്ടുള്ള ഡ്രൈവും മറ്റ് വിശേഷങ്ങളുമൊക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നൈഹാവനിൽ നിന്ന് സ്വീഡനിലെ മാൽമോയിലോട്ടുള്ള ഡ്രൈവും അവിടുത്തെ വിശേഷങ്ങളുമൊക്കെ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.